friends, assalamualaikum. Welcome back to Stitching Lab. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു എംബ്രോയിഡറി ഹൂപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. എനിക്ക് ദുബായിൽ വന്നിട്ട് കിട്ടിയ ഫസ്റ്റത്തെ ഓർഡർ ആണിത്. അപ്പോൾ നമ്മളിത് കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ എടുത്തൊരു ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ അവർ അജ്മാനിലെ ഒരു പാർക്കിലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവർക്കിത് കൊടുക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. എന്നാലും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണേ. ഫസ്റ്റ് നമുക്ക് ഇതിലെ ഈ മുകളിലും ഈ താഴെയുള്ള ഈ ലീവ്സൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. 6 strandsലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ലീവ്സൊക്കെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മളിതാ ഈ ഒരു കളർ ത്രെഡ് വെച്ചിട്ടാണ് ഫ്ലവർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് 12 strandsലാണ് കേട്ടോ ത്രെഡ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ 6 strandsൽ നീഡിലൊന്ന് കോർത്തിട്ട് നമ്മൾ രണ്ടറ്റവും ഇതുപോലെ പിടിച്ചിട്ട് ഒന്നിച്ച് പിടിച്ചിട്ടൊന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 12 strandsൽ കിട്ടും കേട്ടോ. നമുക്കിത് സ്പൈഡർ വെബ് സ്റ്റിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതൊക്കെ ചെയ്യണ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണുന്നുള്ളവർ പോയി കണ്ടു നോക്കി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു സെയിം കളർ ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ഫ്ലവേഴ്സും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു ഫ്ലവർ 2 കളർ ത്രെഡ് വെച്ചിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ മുകളിലുള്ള ഈ 2 സൈഡിലും അതുപോലെ തന്നെ താഴെ ഈ 2 സൈഡിലും നമുക്ക് ഈ ഒരു കളർ ത്രെഡ് വെച്ചിട്ട് ഫസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ 12 strandsൽ തന്നെയാണ് കേട്ടോ ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്പൈഡർ വെബ് സ്റ്റിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഫുള്ളായിട്ട് ഈ ഒരു കളർ ത്രെഡ് വെച്ചിട്ടല്ല കേട്ടോ ചെയ്തെടുക്കുന്നത്. നമ്മളിതാ ഇത്ര സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നീഡിലിന് താഴേക്കൊന്ന് കുത്തിയിറക്കാം. ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു കളർ ത്രെഡ് 12 strandsൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ നീഡിലിനെ ഒന്ന് പൊക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ സ്പൈഡർ വെബ് സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
നമ്മളിതാ ഈ ഒരു സൈഡിലൊക്കെ ഈ ഒരു 2 കളർ ത്രെഡ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. ഇതിനായിട്ട് നമ്മളിതാ ഈ ഒരു കളർ ത്രെഡ് 12 സ്ട്രാൻഡ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും സ്പൈഡർ വെബ് സ്റ്റിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലുള്ള ഫ്ലവേഴ്സൊക്കെ സ്പൈഡർ വെബ് സ്റ്റിച്ച് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലുള്ള എല്ലാ ഫ്ലവേഴ്സും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ ആയിട്ട് കുറച്ച് ഇലകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിത് നമ്മളിതാ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ സെയിം കളർ ത്രെഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 6 സ്ട്രാൻഡ്സ് തന്നെയാണ് കേട്ടോ ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ടാണ് കേട്ടോ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മളിതാ ഇതുപോലെ ലീവ്സൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലുള്ള ഈ ഒരു ചെറിയ ഹാർട്ട് ഉണ്ടല്ലോ അത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മളിതാ ഈ ഒരു റെഡ് കളർ ത്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. 6 സ്ട്രാൻഡ്സിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിതാ ഇതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലുള്ള നെയിംസൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ബ്ലാക്ക് കളർ ത്രെഡ് 3 സ്ട്രാൻഡ്സിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മളിത് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.